ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. എവിടം വരെയായി എല്ലാവരുടെയും പഠിത്തം? എൻ്റെ പഠിത്തം നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. രാവിലെ പഠിക്കാൻ നല്ല രീതിയിൽ പറ്റുന്നുണ്ട്. രാവിലെ പഠിക്കാനിരിക്കുമ്പോൾ കുട്ടികളൊക്കെ ഉണ്ടെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പഠിക്കാൻ പറ്റുന്നുണ്ട്. ഞാൻ തലേന്ന് പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് റിവിഷൻ ചെയ്യുകയായിരുന്നു. അതിനുശേഷം ബാക്കി കാര്യങ്ങൾ പഠിക്കാം എന്ന ചിന്തയിലാണ്. ഇത് രാവിലെ ഒരു 9 മണി ആ ഒരു ടൈമിലാണ് ഞാൻ പഠിക്കാനിരുന്നത്. ഇതിലിപ്പം കാര്യമായിട്ട് പഠിക്കുന്നത് PYQൻ്റെ കുറേ നോട്ട് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അത് നോക്കി ഒന്ന് പഠിച്ചെടുക്കുകയാണ്. ഞാൻ ജീവിതത്തിൽ ഏറ്റവും വലിയ ഒരു പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ കടന്നുപോയ ഒരു ടൈമാണ്. എന്താണെന്ന് വെച്ചാൽ ഞാനൊരു സിംഗിൾ മദറാണ്. അപ്പം ജീവിതത്തിൽ ആ ഒരു നിലയിലേക്ക് സിംഗിൾ മദർ എന്നുള്ള ആ ഒരു ഉത്തരവാദിത്വത്തിലേക്ക് എത്തിപ്പെടാൻ കുറേ കാരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അത്യാവശ്യം നല്ലൊരു പ്രതിസന്ധിയായിരുന്നു എൻ്റെ മുമ്പിലുണ്ടായിരുന്നത്. അപ്പം അവിടെ നിന്നും ഞാൻ ആ പ്രതിസന്ധി തരണം ചെയ്ത് മനസ്സ് പിടിവിടാതെയാണ് നിന്നിട്ടുള്ളത്. അത് എന്നെ സംബന്ധിച്ച് ഞാൻ ഭയങ്കര സ്ട്രോങ് ആയ ഒരാളാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എൻ്റെ ഒരു നല്ലൊരു പോസിറ്റീവ് വശമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ജീവിതത്തിലുണ്ടാകുന്ന പ്രതിസന്ധി ഘട്ടത്തിൽ തളരാതെ പിടിച്ചു നിന്നത് എന്നെ സംബന്ധിച്ച് നല്ലൊരു കാര്യമായിട്ട് തന്നെയാണ്. എത്രയൊക്കെ വിഷമങ്ങളുണ്ടായാലും എന്നെ പിടിച്ചു നിർത്തുന്നത് എനിക്ക് ഇന്നല്ലെങ്കിൽ നാളെ നല്ലൊരു ഉയർച്ചയുണ്ടാകുമെന്ന പോസിറ്റീവ് ചിന്തയോടു കൂടിയാണ്. അതിനാണ് ഞാൻ എപ്പോഴും PSC പഠിക്കാൻ തന്നെ മുന്നിട്ടിറങ്ങുന്നത്. എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം കൂടിയാണിത്. ഞാൻ ഡിഗ്രി കഴിഞ്ഞ ആ ടൈമിൽ ഞാൻ PSC കോച്ചിങ്ങിനല്ല പോയിട്ടുണ്ടായിരുന്നത്, ബാങ്ക് കോച്ചിങ്ങിനായിരുന്നു. പിന്നെ എന്തൊക്കെയോ പ്രോബ്ലം കൊണ്ട് എക്സാം കുറേ എഴുതിയിട്ടുണ്ടെങ്കിലും ലാസ്റ്റ് 0.25 മാർക്കിനൊക്കെ ഞാൻ ലിസ്റ്റിൽ നിന്ന് ഔട്ടായിട്ടുണ്ട്. അപ്പം അങ്ങനെ കുഞ്ഞു കുഞ്ഞു കാരണങ്ങളായിരുന്നു. പക്ഷെ എന്നെ സംബന്ധിച്ച് അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളുമായിരുന്നു. പിന്നെ ഒരു സമയത്ത് അത് സ്റ്റോപ്പ് ചെയ്യുകയാണ് ഉണ്ടായത്. പിന്നീടാണ് ഞാൻ PSCയിലേക്ക് ഇറങ്ങിയത്. PSCയിലേക്ക് ഇറങ്ങി പിന്നെ കുറച്ച് കാലം കഴിയുമ്പോൾ മാരേജായി. അങ്ങനെ സ്ഥിരമായിട്ട് പഠിക്കാൻ പറ്റിയ ഒരു മാനസികാവസ്ഥ ഉണ്ടായിരുന്നില്ല. പിന്നീടാണ് കുറേ പ്രോബ്ലംസ് ഉണ്ടാകുന്നത് ജീവിതത്തിൽ. അവിടെ നിന്നും ഞാൻ ആ പ്രതിസന്ധികളൊക്കെ തരണം ചെയ്ത് വീണ്ടും PSC പഠിക്കാൻ ഇറങ്ങുമ്പം കുഞ്ഞുണ്ട്, അവളുടെ കാര്യം കൂടി കൊണ്ടുപോകണം. അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകളും ഉണ്ടായിരുന്നു. പക്ഷേ ദൈവത്തിൻ്റെ ആ ഒരു കൃപ കൊണ്ട് വലിയ രീതിയിൽ ബുദ്ധിമുട്ടില്ലാതെ കാര്യങ്ങൾ നടന്നു പോകുന്നുണ്ട്. ഞാൻ നിലവിൽ ഇപ്പോൾ ഒരു ജോലി ചെയ്യുന്നില്ല. അക്കൗണ്ടിങ് ഒക്കെ ചെയ്തുകൊണ്ടുണ്ടായിടത്തുനിന്ന് ഇപ്പം ഒന്നും ചെയ്യുന്നില്ല. എന്നാലും അത്യാവശ്യം നല്ല രീതിയിൽ പഠിച്ച് ജോലി നേടാൻ തന്നെയാണ് എൻ്റെ ഒരു തീരുമാനം. നൈറ്റ് പഠിക്കാനിരുന്നത് എല്ലാവരെയും ഉറങ്ങിയതിന് ശേഷം ഒരു അനക്കമില്ലാത്തൊരന്തരീക്ഷം. അതുകൊണ്ട് തന്നെ പഠിക്കാൻ നല്ല സുഖമാണല്ലോ. അങ്ങനെ രാത്രി 10 മണിക്ക് ശേഷം പഠിക്കാനിരുന്നിട്ട് ഒരു 11:30 വരെ ഞാൻ ഇരുന്നിട്ടുണ്ട്. 1.5 മണിക്കൂർ. അതിൽ കൂടുതൽ എന്തായാലും എന്നെക്കൊണ്ട് പറ്റില്ല. സൈനസിൻ്റെ ബുദ്ധിമുട്ടൊക്കെ ഉള്ളതുകൊണ്ട് കുറേ ലേറ്റ് ആവോളം ഇരിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. അഥവാ രാത്രി ഇരുന്നാൽ തന്നെ പിറ്റേന്ന് രാവിലെ ഒരു കിളിപോയ അവസ്ഥയായിരിക്കും എനിക്ക്. ഉറക്കം വിട്ടിട്ടുള്ളൊരു പരിപാടി നടക്കാറില്ല. അങ്ങനെ നല്ല രീതിയിൽ പഠിച്ചു പോകുന്നു. ആവുന്ന ടൈമിൽ നല്ല രീതിയിൽ പഠിച്ചു പോകുന്നുണ്ട്. നിങ്ങളുടെ പഠിത്തം എവിടം വരെയായി? കമൻറ്റ് ചെയ്യുമോ? പിന്നെ ഒരു കാര്യം പറയാനുണ്ട്. എൻ്റെ ചാനൽ വ്യൂ ആക്കുന്ന ആൾക്കാരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ വളർച്ച. അതുകൊണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ എത്രത്തോളം എന്നെ സപ്പോർട്ട് ചെയ്യുന്നു എന്നാൽ മാത്രമേ എനിക്ക് ഇനിയും വീഡിയോ ഇടാൻ ഒരു താല്പര്യം കാണൂ. പിന്നെ എല്ലാവരും നല്ല രീതിയിൽ തന്നെ പഠിക്കുക. എന്തായാലും നല്ല ലിസ്റ്റിൽ കയറണം എന്ന് തന്നെയാണ് എൻ്റെയും ആഗ്രഹം. അതിനായി ഞാൻ നല്ല രീതിയിൽ പഠിക്കാൻ നിൽക്കുന്നു.